ദൗത്യ സംഘത്തിന് നേരെ ആദ്യം ചാടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും പിന്നീട് വല ഉപയോഗിച്ചുകൊണ്ട് ഈ കടുവയെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അതിനുശേഷം കൊണ്ടുപോകുന്നതിന് ഈ മുമ്പായിട്ട് പ്രാഥമികമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മയക്കം വിടുന്നതിന് മുമ്പ് തന്നെ ഈ പ്രാഥമിക ചികിത്സ കടുവയ്ക്ക് നൽകേണ്ടതുണ്ട്. അതിൻ്റെ നടപടികൾ കൂടി പൂർത്തീകരിച്ചതിന് ശേഷമാണ് ചത്തു. ഈ കടുവയ്ക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും കടുവയെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ്. റോഡിലേക്ക് കയറ്റി അവിടെ നിന്നും പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് സാധ്യത. ഇപ്പോൾ ഈ ആദ്യം കടുവ ആക്രമണം നടത്തിയ ലൈൻസിന് സമീപത്തു കൂടിയാണ് പുറത്തേക്ക് ഇറക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് അവിടേക്ക് കൂടി നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും കടുവയെ അവിടെ നിന്നും പുറത്തേക്ക് എടുത്തിരിക്കുന്നു. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ളതാണ്. കാരണം നമ്മളും കുറേ അകലെ നിന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അറിയാതെ കടുവയാണ് ജീവികളിൽ ഏറ്റവും കരുത്തനായ ഒരു ജീവിയാണ്.